ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ജോബാണ് ഡാറ്റ എൻട്രി ജോബ്. അതായത് യൂട്യൂബിലായാലും ഗൂഗിളിലായാലും ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്നൊരു ജോബ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ജോബാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ ടൈം ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കും ജോബ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല സാലറിക്ക് കുറേ ആളത് കിട്ടാണ്ടായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഡാറ്റ എൻട്രി ജോബ് അല്ലെങ്കിൽ പുതിയ ജോബ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഡാറ്റ എൻട്രി ജോബ് സൈറ്റാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഇതിൽ രജിസ്ട്രേഷൻ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് നാഷണൽ കരിയർ സർവീസ് ആണ്. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒരു കരിയർ സർവീസിൻ്റെ വെബ്സൈറ്റ് ആണ് NCS. ഇത് 2014 ഏകദേശം 2014 തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് നമുക്ക് അറിയില്ല എന്താണ് എന്നുള്ളത്. ഇതിൽ നമുക്ക് എങ്ങനത്തെ ജോബുകളൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ജോബ്, ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ജോബുകളും പ്രൈവറ്റ് ആയിട്ടുള്ള ജോബുകളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്യുക, അതിനുശേഷം നമ്മൾ ജോബ് ക്വാളിഫിക്കേഷൻ നോക്കി അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. മാത്രമല്ല ഇതിൽ വർക്ക് ഫ്രം ഹോം എന്ന കാറ്റഗറിയിലുള്ള ജോബുകളും അവൈലബിൾ ആണ്. അത് ഓരോ സ്റ്റേറ്റിലും ഓരോ പോലെയാണ്. ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഹോം പേജിൽ നമുക്ക് കാണാം. ഇത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറേ സ്റ്റേറ്റിൻ്റെ പേരും അതിൻ്റെ താഴെ തന്നെ എത്ര വേക്കൻസി ആ സ്റ്റേറ്റിലുണ്ട് എന്നുള്ളതും കാണിക്കുന്നത് കാണാം. ഒക്കെ നമുക്ക് അതിൽ കേരളത്തിൽ കാണിക്കുന്നത് 4025 വേക്കൻസീസ് ആണ്. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ജോബുകൾ കാണാം. അതായത് ലൈബ്രറി അസിസ്റ്റൻറ്റ്, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഈ ലൈബ്രറി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കാഷ്യസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് ഓൺ ബിഹാഫ് ഓഫ് NIT കാലിക്കറ്റ് ആണ് ഇതിൻ്റെ ഓഫീസ്. കാലിക്കറ്റ് NITയുടെ ഒരു ജോബാണ് ഇതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് താഴെ റീഡ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാണാം, കമ്പനി നെയിം കാണാം, ഓർഗനൈസേഷൻ ടൈപ്പ് കാണാം, സെൻട്രൽ ഗവൺമെൻറ് ആണ്, ഫങ്ഷണൽ ഏരിയ, ബാക്ക് ഓഫീസ് ആക്ടിവിറ്റീസ്, അഡ്മിനിസ്ട്രേഷൻ ആണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ്. ഫങ്ഷണൽ റോൾ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആണ് ഈ ജോബ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇതിൽ അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാസ്റ്റർ ഡിഗ്രിയാണ്. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് മാത്രമേ ഈ ജോബ് നമുക്ക് ലഭിക്കുള്ളൂ. ഇത് കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നൊരു ജോബാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് PG ആണ്. അതുകൊണ്ട് തന്നെ ആ ക്വാളിഫിക്കേഷനിൽ നമുക്ക് ഡാറ്റ എൻട്രി ജോബ് നമുക്ക് ബുദ്ധിമുട്ടാണ്. ആ ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ ഉള്ളവർക്ക് ഒക്കെ ഇത് അപ്ലൈ ചെയ്യാം. PG ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് PG എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സ്പെസിഫിക്കേഷനായിട്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കാണാം. എക്സ്പീരിയൻസ് 0 ആണ്. അതായത് ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല, നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. ജോബ് ലൊക്കേഷൻ കോഴിക്കോടാണ്, ഫുൾ ടൈം ആണ്, മന്ത്ലി സാലറിയാണ്. ലാസ്റ്റ് ഡേറ്റ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 5/8 ആണ്. അതായത് ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ഇത് ജെൻഡർ പ്രിഫറൻസ് മെയിലാണ്. നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഒരൊറ്റ ഓപ്പണിംഗ് ഉള്ളൂ. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇതിൽ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് മുന്നേ നമ്മൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് വേറെ ജോബ് നോക്കാം. അതായത് നമ്മൾ നേരെ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തൊട്ട താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാം അക്കൗണ്ടൻറ്റ്, പാരിസൺസ് ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അക്കൗണ്ടൻറ്റ്. അത് വാഴയൂരാണ്. അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. പാരിസൺ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് പ്രൈവറ്റ് കമ്പനിയാണ്. ഓക്കെ, കമ്പനി അക്കൗണ്ടൻ്റ് ആയിട്ടാണ് അവർ ജോബ് വേണമെന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് BCom ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല, ഫുൾ ടൈം ആയിട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് 29-ാം തീയതിയാണ്. ഓക്കെ, നമുക്ക് ഡാറ്റ എൻട്രി ജോബ് എങ്ങനെയാണ് നോക്കാം. അതായത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേറെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പം കീവേഡ് എന്നുള്ളതുണ്ടോ സെർച്ച് ജോബ്, അവിടെ നമ്മൾ ഡാറ്റ എൻട്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ എൻട്രി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നേരെ താഴെ ജോബ് ലൊക്കേഷൻ എന്നുള്ളത് കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുക. കേരള എന്നുള്ളത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം കേരള സെലക്ട് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്കി വേറെ ഒന്നും ഫില്ല് ചെയ്യണ്ട, കാരണം സാലറി മറ്റു കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യണ്ട. നമുക്ക് കാണാം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ കുറേ വേക്കൻസി, കേരളത്തിലെ ഇങ്ങോളമായിട്ടുള്ള വേക്കൻസി നമുക്ക് കാണാം. അതിന് ഫസ്റ്റ് വന്ന ജോബ് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഡീറ്റെയിൽ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. സ്പെഡിയൻ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനി എന്ന് പറയുന്നത്. പ്രൈവറ്റ് കമ്പനിയാണ് ഇത്. സെക്ടർ IT ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഫങ്ഷണൽ റോൾ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. ഇതിലെന്ന് പറയുന്നത് ഇത് ഡാറ്റ എൻട്രി ജോബാണ്. തിരുവനന്തപുരത്താണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്, ജോബ് ലൊക്കേഷൻ വരുന്നത്. 100 ഓപ്പണിങ്സ് ഉണ്ട്. അതായത് 100 വേക്കൻസി ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് +2 ആണ് അവർ ക്വാളിഫിക്കേഷൻ പറയുന്നത്. +2 പാസ് എന്ന് പറയുന്നില്ല, +2 വരെ പോയാൽ മതി. ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ല. അത്യാവശ്യം നല്ല നാച്ചുറൽ ജോബ് കോൺട്രാക്റ്റ് വർക്ക് ആയിരിക്കും. പിന്നെ കീ സ്കില്ല് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ജോബാണ്. 100 വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാം.
100 വേക്കൻസീസാണ്. തിരുവനന്തപുരത്ത് ഇപ്പോഴത്തെ സ്ഥിതിയാണെന്ന് കുറച്ച് പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം. കാരണം 20-ാം തീയതിയാണ്, ഓഗസ്റ്റ് 20-നാണ് ലാസ്റ്റ് ഡേറ്റ്. ഒരു എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇതിൽ മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ആർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഈ ജോബ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ജോബ് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറയും. അപ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ന്യൂ യൂസർ സൈനപ്പ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജോബ് സീക്കർ എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് രജിസ്റ്റർ ആസ് എന്നുള്ള അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫസ്റ്റ് നെയിം ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് നെയിം നിർബന്ധമാണ് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് നെയിം കൊടുക്കുക. മിഡിൽ നെയിം ആവശ്യമില്ല, ഉള്ളവർ കൊടുക്കാം. ഇതിൽ നമ്മുടെ ID പ്രൂഫ് പോലത്തെ അങ്ങനെ തന്നെ കൊടുത്താൽ മതി, രജിസ്റ്റർ ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ ടൈപ്പ്, അതായത് അത് ഞാൻ അതേഴ്സാണ് കൊടുക്കുന്നത്. പാൻ കാർഡ് ആധാർ കാർഡുമാണ് ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത്. അത് ഉള്ളവർ അത് കൊടുത്തിട്ട് അതിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. ഞാൻ അതേഴ്സ് കൊടുത്ത് ഡ്രൈവിംഗ് ലൈസൻസാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാം UID ഈസ് അവൈലബിൾ. അതല്ലെങ്കിൽ നമ്മൾ വേറെ ID പ്രൂഫിൻ്റെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ലെവൽ അത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് കൊടുക്കുക. അതായത് +2 ആണെങ്കിൽ +2, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ കൊടുക്കാം, PG ഉണ്ടെങ്കിൽ PG കൊടുക്കാം, അല്ല ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ കൊടുക്കാം, എന്ത് വേണം കൊടുക്കാം. ഞാൻ ഡിപ്ലോമ ആഫ്റ്റർ 12th ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ കുറേ ഇൻഫർമേഷൻ നമ്മൾ ഫില്ല് ചെയ്യണം. അതായത് ബോർഡ് യൂണിവേഴ്സിറ്റി, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഏത് ബോർഡിൻ്റെ കീഴിലാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് കൊടുക്കണം. പിന്നെ ഇയർ ഓഫ് പാസിങ്, അതായത് ഇയറും മന്തും നമ്മൾ ഫില്ല് ചെയ്യണം. പിന്നെ മീഡിയം ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ ഫില്ല് ചെയ്യണം. നാച്ചർ ഓഫ് കോഴ്സ്, സ്റ്റേറ്റ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെയിൽ ID ആണ്. മെയിൽ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് അറ്റ്ലീസ്റ്റ് 8 ക്യാരക്ടേഴ്സ് പാസ്വേഡാണ്. അതായത് ഈ പാസ്വേഡിൽ ഒരു ലെറ്റർ വേണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു നമ്പർ. ഈ 3 എണ്ണം പാടെ കൂടിയ ഒരു പാസ്വേഡാണ് വേണ്ടത്, 8 അക്കത്തിൽ കുറയാത്ത. അത് നമ്മൾ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ പാസ്വേഡ് തൊട്ട താഴത്തെ കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ഈ മെയിൽ ID കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ UID കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ നമ്പറൊക്കെ എപ്പോഴും തപ്പിപ്പിടിച്ച് അടിക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ കീ സ്കില്ല്, അതായത് നമ്മളെ എംപ്ലോയർ നമ്മളെ കോൺടാക്ട് ചെയ്യും അതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ ജോബ് വന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കീ സ്കില്ല് എന്നുള്ള സ്ഥലത്ത് ഡാറ്റ എൻട്രി, അതായത് നമ്മൾ ഡാറ്റ എൻട്രി കൊടുക്കുക. അക്കൗണ്ടൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ കൊടുക്കാം. ഓക്കെ, അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമിക്കോളനാണ്, കോമയല്ല, സെമിക്കോളനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഡാറ്റ എൻട്രി കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ടൻറ്റ്, ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ഡിസൈനിങ് കൊടുക്കാം. എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതൊക്കെ കൊടുക്കാം, കഴിവുകളുള്ള അതെല്ലാം കൊടുക്കാം. ഏത് വേക്കൻസി വന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമ്മൾ താഴെ അതിൻ്റെ ക്യാപ്ച, അതായത് T72CQ എന്നുള്ള അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം I agree ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അതുമാത്രമല്ല മെയിൽ IDയിലേക്ക് ഒരു OTP വരും. മൊബൈൽ നമ്പറിലേക്ക് OTP വന്നിട്ടുണ്ടെങ്കിൽ അത് ആ നമ്പർ, അതിൽ വരുന്ന OTP നമ്പർ ഉണ്ട്, ഒരു 6 അക്ക OTP നമ്പർ, അത് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് മെയിൽ IDയിലേക്ക് ഒരു OTP വരും. അതിനായിട്ട് നമ്മൾ വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സെൻഡ് ആവും. നമുക്ക് അതിനുശേഷം വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റീസെൻഡ് കൊടുക്കാം. എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, കുറച്ച് ടൈം എടുത്താലും വരും. അതിനുശേഷം നമുക്ക് കാണാം ഒരു OTP വന്നു എൻ്റെ മെയിലിലേക്ക്. ഇത് ഗവൺമെൻറ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റാതെ കറക്റ്റായിട്ട് കൊടുക്കുക. ഗവൺമെൻറ് ജോബ് വരെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കാം. അതിനുശേഷം ആ OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക, വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ക്ലിക്ക് ഹിയർ പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ മെയിൽ IDയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കൊടുത്തത് ഒന്നും പാടെ നമുക്ക് ഡാറ്റ എൻട്രി ജോബ് സെർച്ച് ചെയ്യുക. കേരള സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരത്തെ വന്ന ജോബ് നമുക്ക് കാണാം. അതിൽ ഞാൻ ജസ്റ്റ് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഡീറ്റെയിൽ എടുക്കണേ റീഡ് മോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽ എടുക്കുക. ഇതുപോലെ കുറേ അധികം വേക്കൻസീസ് ഉണ്ട്. ഒക്കെ ഡാറ്റ എൻട്രി ജോബ് ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം നമുക്ക് അക്കൗണ്ടൻ്റ് ആണ് നിങ്ങൾ നോക്കുന്നത്. അക്കൗണ്ടൻ്റ് എന്ന് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ നമുക്ക് കാണാം അക്കൗണ്ട് മാനേജർ അക്കൗണ്ടൻ്റ് എന്ന് കാണാം. അക്കൗണ്ടൻ്റ് എന്ന് താഴെ ഒന്ന് കാണാം, കോഴിക്കോടാണ്. അത് ഞാൻ റീഡ് മോർ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. കാഷ്യസ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഓൺ ബിഹാഫ് ഓഫ് ചാർജ് MOD എന്ന് നമുക്ക് കാണാം. അക്കൗണ്ടൻ്റ് ആയിട്ടാണ്
ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല. ഒരു മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞ് ഗ്രാജുവേഷൻ ആണ്. അതിൽ കീ സ്കില്ല് ഒന്നും തന്നെ അവർ പറയുന്നില്ല. ഫുൾ ടൈം എംപ്ലോയി ആണ്. സാലറി 3000 മുതൽ 23,000 സാലറി വരെ നമുക്ക് ലഭിക്കും. ഏവറേജ് എന്തായാലും 15-20 ഉള്ളിലായിട്ട് നമുക്ക് ലഭിക്കും. മെയിലാണ് ഇത് വേണ്ടത്. നമ്പർ ഓഫ് ഓപ്പണിങ്സ് ഒറ്റ ഓപ്പണിങ്സ് ഉള്ളൂ. അത് കോഴിക്കോടാണ്. സാലറി മന്ത്ലി നമുക്ക് ലഭിക്കും. അത് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞാൽ 31 ആയിരുന്നു. അതായത് ജൂലൈ 31 ആയിരുന്നു. നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ട് ഇതിൽ രജിസ്റ്റർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ള ഗവൺമെൻറ് ജോബുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കും. അത് ചിലപ്പം കോൺട്രാക്ട് വർക്കായിരിക്കും, എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഗവൺമെൻറ് ജോബ് ലഭിക്കും. അല്ലാത്തവർക്ക് പ്രൈവറ്റ് ആയിട്ടും ഡാറ്റ എൻട്രി മുതലായ സിമ്പിളായി ജോബ് ലഭിക്കാൻ പറ്റിയ ഒരു വെബ്സൈറ്റാണ്. നിങ്ങളെല്ലാത്തിലും രജിസ്റ്റർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേറൊരു വെബ്സൈറ്റും പാടെ ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊന്നുമല്ല, നിങ്ങൾ ഡാറ്റ എൻട്രി ജോബ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ടാണ്. അത് ഇൻഡീഡ് എന്നുള്ള വെബ്സൈറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇൻഡീഡ് എന്നുള്ളതാണ്. ഇതിലും നമ്മൾക്ക് ഇത് ഗവൺമെൻറ്റിൻ്റെ അല്ല, പ്രൈവറ്റ് കമ്പനിയാണിത്. ഇത് നമുക്ക് ജസ്റ്റ് ഒരു ഡാറ്റ എൻട്രി കൊടുക്കുക. കോഴിക്കോട് നിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. സിറ്റി എവിടെയെന്ന് വെച്ചാൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം കുറേ ഡാറ്റ എൻട്രി ജോബ് നമുക്ക് കാണാം. അതിൻ്റെ സാലറി മറ്റ് കാര്യങ്ങളൊക്കെ കാണാം. അത് മാത്രമല്ല, അക്കൗണ്ടൻ്റ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കുറേ ജോബുകൾ നമുക്ക് കാണാം. ഈ ഇൻഡീഡ് എന്ന് പറയുന്നത് ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഇൻഡീഡ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് തന്നെയുള്ള ഒരു ബെസ്റ്റ് ജോബ് സെർച്ച് എഞ്ചിനാണ്. കുറേ അധികം ജോബ് നമുക്ക് നേടാൻ കഴിയും. ഇതിൽ ഈ അക്കൗണ്ടൻ്റ്, ഡാറ്റ എൻട്രി നല്ല ജോബ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ സെർച്ച് ചെയ്യാം. ഒട്ടുമിക്ക പ്രൈവറ്റ് കമ്പനികളും ഇതിലാണ് ജോബ് പോസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ജോബ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം. റൈറ്റ് സൈഡിൽ ഒരു അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ വരും. ജസ്റ്റ് അപ്ലൈ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് അപ്ലൈ കൊടുക്കുക. നമ്മുടെ എംപ്ലോയർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.